ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ. 10,000 രൂപ താഴെ നോക്കിയപ്പോൾ റെഡ്മിയുടെ 12C ഉണ്ട്, അതുപോലെ തന്നെ റിയൽമിയുടെ C55 ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ബഡ്ജറ്റ് മാക്സിമം ഒരു 7,000 രൂപയിൽ നിർത്തിയിട്ട് ആ 7,000 രൂപ താഴെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഫോണാണ് ഞാൻ നോക്കിയത്. ഇത് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 7. എനിക്ക് ബിഗ് ബില്യൻ്റെ ഏകദേശം 6,500 രൂപ താഴെ കിട്ടി. ഇപ്പോഴും അതിൻ്റെ പ്രൈസ് കിടക്കുന്ന 6,600 താഴെയാണ്. ഇതിൽ 4GB റാം വരുന്നുണ്ട്, 128GB മെമ്മറി വരുന്നുണ്ട്, അതുപോലെ തന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ IP53 റേറ്റഡ് ആണ്. ചെറുതായിട്ട് മഴത്തുള്ളി തെറിച്ചാലോ വെള്ളം നനഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഈ ഒരു 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതെല്ലാം കൂടെ കിട്ടിയതുകൊണ്ടാണ് ഈ ഫോൺ വാങ്ങിയത്. ഇനി ഈ ഫോൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് 6.6 ഇഞ്ചാണ്. IPS പാനലാണ് വരുന്നത്. സാധാരണ ഈ ഒരു പ്രൈസിലൊക്കെ TFT പാനലാണ് വരുന്നത്, പക്ഷേ ഇതിനകത്ത് IPS പാനൽ വരുന്നുണ്ട്. അതുപോലെ ബ്രൈറ്റ്നസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇൻഡോറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ പ്രശ്നം വരുന്നത് നമ്മൾ അത്യാവശ്യം നല്ല വെയിലത്തൊക്കെ പോയി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്പ്ലേ അത്ര ബ്രൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ വെയിലത്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അത്ര നല്ല ഡിസ്പ്ലേ അല്ല. പിന്നെ സ്ക്രാച്ച് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ക് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതെന്ത് പ്രൊട്ടക്ഷൻ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഗൊറില്ല ഗ്ലാസ് പോലെ നമുക്ക് അങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നും പറയാൻ പറ്റില്ല. ഫോൺ മൊത്തത്തിൽ വരുന്ന പ്ലാസ്റ്റിക്കിലാണ്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ ഗ്ലോസി ആണെന്ന് തോന്നും, പക്ഷേ ഗ്ലോസി ഒന്നുമല്ല. ഇതിലിങ്ങനെ ഒരു ടെക്സ്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് ഒന്നും അങ്ങനെ അട്രാക്ട് ചെയ്യില്ല. കാണാനും നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ സ്ക്രാച്ചുകളൊക്കെ പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. കവർ യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വീഴും. ഇൻഫിനിക്സിന്റെ ഒക്കെ ഫോണിന്റെ മെയിൻ ഒരു ഇഷ്യൂ നമുക്ക് കവറുകളൊന്നും വെളിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരൊരു കവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണും തരുന്നുണ്ട്, അതിന്റെ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസും തരുന്നുണ്ട്. ഫോൺ അത്യാവശ്യം വളരെ വലിയ ഫോണാണ്. 6.6 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം സൈഡിൽ വരുന്ന ബെസൽസ് ഒക്കെ കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ ഫോൺ കുറച്ച് വലിപ്പക്കൂടുതലുണ്ട്. 6000 mAh ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ ഫോൺ അത്യാവശ്യം നല്ല തിക്കാണ്. 9.37 mm ആണ് തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ 207 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. നമുക്ക് ഒരു കയ്യിൽ പിടിച്ചിട്ട് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിന്റെ എല്ലാ ഫോണുകളും വരുന്ന പോലെ തന്നെ യൂണിസോക്കിന്റെ ഒരു പ്രോസറാണ് വരുന്നത്. ഒരു എൻട്രി ലെവൽ പ്രോസറാണ്. എന്നാലും ആന്റിറ്റി സ്കോറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വരുന്നുണ്ട് സ്കോർ. 4GB റാമും അതുപോലെ തന്നെ 128GB മെമ്മറിയും വരുന്നുണ്ട്. LPDDR4X റാം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 വരുന്നത്. 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫിനിക്സിന്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ അനാവശ്യമായ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ കളയാൻ പറ്റും. ഫോണിനകത്ത് 6000 mAh ബാറ്ററി വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മെയിനായിട്ടുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് 10 വാട്ട്സിൻ്റെ ആണ് ചാർജർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ നോക്കിയിട്ട് എനിക്ക് 3 മണിക്കൂറിന് മുകളിൽ ചാർജ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞതല്ല. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്താണ്. 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നമ്മൾ നോർമൽ ആയിട്ടുള്ള യൂസ് ആണെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഇനി എത്ര ഹെവി ആയിട്ട് യൂസ് ചെയ്താലും 1.5 ദിവസമൊക്കെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ 4G വോൾട്ട് വരുന്നുണ്ട്. കോൾ വിളിച്ച് നോക്കിയിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നെറ്റ്വർക്ക് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മൈക്കും അത്യാവശ്യം നല്ലതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബ്ലൂടൂത്ത് 4.2 ആണ് വരുന്നത്, 5 അല്ല. വൈഫൈ നോക്കാനാണെന്നുണ്ടെങ്കിൽ 2.4 ആണ്, 5 GHz അല്ല. ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിൽ 13 MP ആണ് പ്രൈമറി ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ഒരു AI ലെൻസും വരുന്നുണ്ട്. അത് മേ ബി 2 ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഗിമിക്കായിട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കാം. എന്നാൽ അത് വരുന്നുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ 7000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ ഷോക്കായിരിക്കും. പക്ഷേ ഈ ഫോട്ടോസൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ബ്ലർ ആകുന്നുണ്ട്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിലും 5 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ വൈറ്റ് വാഷ് ചെയ്തപോലത്തെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അല്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ മോശം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ LED ഫ്ലാഷും വരുന്നുണ്ട്. LED ഫ്ലാഷിൻ്റെ കാര്യം പറയുമ്പോഴാണ് സെൽഫി ക്യാമറയിൽ LED ഫ്ലാഷ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വെട്ടം കുറഞ്ഞ സാഹചര്യത്തിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ ഉപകാരപ്പെടും. ഇനി ഫോണിൻ്റെ പെർഫോമൻസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിൻ്റെ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ യൂണിസോക്കിൻ്റെ ഒരു പ്രോസറാണ് വരുന്നത്. നോർമലായിട്ടുള്ള യൂസിൽ അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി ഗെയിമിങ്ങും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഗെയിമിങ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഹെവി ആയിട്ടുള്ള ഗെയിമോ കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റിയില്ല. കളിച്ചാൽ തന്നെ മര്യാദയ്ക്കൊന്നും കളിക്കാൻ പറ്റിയില്ല. അട്ടർ ലാഗായിരിക്കും. ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഹീറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഇനി ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമലായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നോക്കും, യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും, 1-2 ഗെയിമൊക്കെ ചെറിയ രീതിയിൽ കളിക്കും, ചെറിയ തോതിൽ ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും മൂട്ടി വാങ്ങാം. വേറെ ഒന്നുമില്ല, 4GB റാം വരുന്നുണ്ട്, 128GB മെമ്മറി വരുന്നുണ്ട്, 6000 mAh ബാറ്ററി വരുന്നുണ്ട്, നല്ല ഹെവി ആയിട്ടുള്ള ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും IP53 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്.
ഏക നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ മാത്രമാണ്. റൂമിൻ്റെ ഉള്ളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഔട്ട്സൈഡിൽ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം വെയിലുള്ള സാഹചര്യത്തിലൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊരു കംപ്ലൈൻറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോർമലാണ്. എന്നാൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അത് മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.